ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പും സ്കേർട്ടും ഒരു ഷ്രഗുമാണ് ചെയ്യുന്നത്. ഷ്രഗ് ഫുൾ സ്ലീവ് ആണ്, ലോങ് ആയിട്ടുള്ള ഫുൾ സ്ലീവ് ഷ്രഗ് ആണ് വരുന്നത്. ഷ്രഗിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നെറ്റിൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ്. മെറ്റീരിയലിന് മീറ്ററിന് 228 രൂപയാണ്. 3 മീറ്ററാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ടോപ്പിനും സ്കേർട്ടിനും വേണ്ടിയിട്ട് ഫ്രണ്ടി മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഫ്രണ്ടി മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിന് മീറ്ററിന് 148 രൂപയാണ്. ഇത് 8.25 ഉണ്ട്. ഷാള്, ടോപ്പ്, സ്കേർട്ട് ഇത് 3 സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ലൈനിങ് ആണുള്ളത്. ലൈനിങ് ക്രൈപ്പിൻ്റെ ആണ് കേട്ടോ. അതിന് 39 രൂപയാണ് മീറ്ററിന് റേറ്റ് വരുന്നത്. ലൈനിങ് 6.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ് 6.5 മീറ്ററും ഇത് 8.25 മീറ്ററും ഇത് 3 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. കസ്റ്റമർ നമുക്ക് തന്നിട്ടുള്ള റെഫറൻസ് പിക്കിൽ ഇതിന്റെ ഷോളും സ്രഗും മാത്രമാണ് ബേബി പിങ്ക് കളർ വരുന്നത്. ബാക്കിയുള്ള ടോപ്പും അതേപോലെ തന്നെ സ്കേർട്ടും വരുന്നത് ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം കളറിലാണ് വരുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് മുഴുവനായിട്ടും ബേബി പിങ്ക് കളറാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ കൊടുത്തിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ സ്റ്റിച്ചിങ് ഓരോ കാര്യങ്ങളും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോക്ക് എന്തായാലും ലൈക്കൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുന്നുണ്ടോ. അങ്ങനെ പരമാവധി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ലേസ് ആവശ്യമാണ്. പക്ഷെ കസ്റ്റമർ നമുക്ക് കുറച്ച് ലേസേ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഇതിന്റെ അളവും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഷോളിലും അതേപോലെ തന്നെ ഷ്രഗിന്റെ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന ഭാഗത്തും താഴെ ഭാഗത്തും സ്ലീവിലും ഒക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേസിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. കാരണം നമ്മൾ ഷ്രഗിന് യോക്കിന്റെ അവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടുന്ന് താഴേക്ക് നമ്മളിങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുന്ന ആ ഒരു മോഡലാണ് ഷ്രഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം താഴെ ഭാഗത്തേക്ക് എത്ര വേണമെന്ന് അളവെടുത്തിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. എത്ര മീറ്റർ ലേസ് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇതുപോലെ നമുക്ക് മെറ്റീരിയൽ കൊണ്ടുവന്ന് തന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിന് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ സ്കേർട്ടിന് ലൈനിങ് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലൈനിങ് വെച്ചിട്ട് ഈ മെയിൻ മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഷോള് കട്ട് ചെയ്തെടുക്കണം ഇതിൽ നിന്ന്. പിന്നീടാണ് നമ്മൾ ടോപ്പിനും സ്കേർട്ടിനും ഉള്ളത് ലൈനിങ് വെച്ച് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ സ്കേർട്ടിനുള്ളത് കട്ട് ചെയ്യുക. കാരണം ബാക്കിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി എത്രയാണോ വരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിവിടെ മാറ്റി വെക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ലൈനിങ് എടുക്കാം. ലൈനിങ്ങിന്റെ ഒരറ്റ എടുത്തിട്ടുണ്ട്. ഈ ഒരറ്റത്ത് നമ്മൾ വീതി ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇങ്ങനെ മടക്കിയിട്ട് തന്നെയാണ് നമുക്ക് ലൈനിങ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ വീതിന്റെ നടുവാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് 6.5 മീറ്റർ ഉള്ളത്. മനസ്സിലായല്ലോ. ബാക്കി ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ മെറ്റീരിയല്. അപ്പൊ ഇതേപോലെ വെക്കാം. അപ്പൊ ഇങ്ങനെയാണെന്ന് മടക്കി വെച്ചു. ഒന്നും കൂടെ മടക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന്റെ വീതി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ നോക്കാം. തയ്യൽ തുമ്പടക്കം കിട്ടുന്നുണ്ടോ നോക്കാം. ഇങ്ങോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പൊ അത് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്യാണ്. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെന്റ് വരുന്നത് 29 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ 4-ൽ1 ഭാഗം എന്ന് പറയുമ്പോൾ 7.25 വരിക. അതിൽ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 8.25 വരും. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടുമ്പോൾ 9.25 വരും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 9.25 കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ ഇവിടുന്ന് 9.25 ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഷോൾഡർ വരുന്നത് 13 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ നേർപകുതി 6.5 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴേക്കും അതേ 6.5 ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.5 6 ഇഞ്ചാണ് ആം ഹോളിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 6 ഇഞ്ച് ലെങ്ത് ഇതേപോലെ മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു ചതുരം പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ചെസ്റ്റ് മെഷർമെന്റ് 7.25 വരുന്നത്. അതിൽ കൂടി 1 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് 8.25 നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. 8.25 നമ്മൾ അടയാളപ്പെടുത്തി. 1 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മളിവിടെ കൂട്ടി അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ടോപ്പിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 16 ഇഞ്ചാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കാരണം വയർ കാണാത്ത രീതിയിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 16 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വേണ്ടത്. മുകളിൽ ഒരു 1/2 ഇഞ്ചും താഴെ 1 ഇഞ്ച് മടക്കി തയ്ക്കാനും വേണം. അപ്പൊ നമുക്ക്
16 ഇഞ്ചിൽ കൂടി 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 17 ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അതേ 17 ഇഞ്ച് ഈ ഒരു ഭാഗത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 13.5 ഇഞ്ച് വരുന്ന ഭാഗത്ത്, ഇതിന്റെ ഷേപ്പ് വരുന്ന ഒരു ഭാഗം 13.5 ഇഞ്ച് വരുന്ന ഭാഗത്താണ് വരുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളെ വേസ്റ്റ് റൗണ്ട്, അതായത് ഷേപ്പ് മെഷർമെന്റ് എത്രയാണെന്ന് നോക്കാം. അവിടെ 26 ഇഞ്ചാണ് വരുന്നത്. 26 ഇഞ്ചിന്റെ 4 ഭാഗം 6.5 ആയിരിക്കും. അപ്പൊ അതിൽ കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 7.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. 1 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് നമ്മൾ 7.5 മാർക്ക് ചെയ്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴെ ഭാഗത്ത് ഇതേ മെഷർമെന്റ് അടയാളപ്പെടുത്തരുത്. ഇവിടേക്ക് കുറച്ച് വീതി കൂടുതലായിരിക്കും. കാരണം നമ്മളെ ഹിപ്പ് റൗണ്ട് മെഷർമെന്റ് ഇങ്ങനെ വരുന്ന ആ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 7.5 മാർക്ക് ചെയ്തത്, ഇവിടെ നമ്മൾ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരക്കാം കേട്ടോ. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴെ ഭാഗത്ത് നമുക്കൊന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്യാണ്ട്. അപ്പൊ ഇവിടെ ഒരു 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ചെരിച്ചൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ആം ഹോൾ ഒന്ന് വരച്ചെടുക്കാം. ആം ഹോളിന് ഈ 6 ഇഞ്ചിന്റെ നേർപകുതി 3 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ കഴുത്ത് കട്ട് ചെയ്യുന്നില്ല, കാരണം നമ്മൾ കഴുത്തിന് ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സെന്ററിൽ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ കറക്റ്റ് സെന്റർ എവിടെയാണെന്നുള്ളതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ടുള്ള പീസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് കുഴിച്ച് കട്ട് ചെയ്യാം. ഞാൻ ഇതിൽ അങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുന്നൊന്നുമില്ല. കുറച്ച് ലൂസിലൊക്കെ ഇടാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് കറക്റ്റ് ഷേപ്പിന്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഷോൾഡർ സ്ലോപ്പും കൊടുക്കുന്നില്ല. അതൊക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ടോപ്പിന്റെ പീസ് ഇവിടെ മാറ്റി വെക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ആം ഹോളിന്റെ ഈ ഒരു കർവ് മെഷർമെന്റ് എത്ര ഉണ്ടെന്നുള്ളതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ആം ഹോൾ കർവ് ഇവിടെ 8.5 വരുന്നത്. അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് 8 ഇഞ്ച് ആയിരിക്കും വരിക. നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് അവിടെ പോകും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന്റെ ലെങ്ത് ഫുൾ ലെങ്ത് വന്നിട്ടുണ്ടായിരുന്നത് 21 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് 21 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. ഇവിടെ 20 ഇഞ്ചാണുള്ളത്. ഇത് പിന്നെ ലൈനിങ് ആയതുകൊണ്ട് നമുക്ക് 20 ഇഞ്ച് ആയാലും മതി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്ലീവിന്റെ നീളം എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്ലീവിലുള്ള പീസ് ഞാൻ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന്റെ ഈ ഒരു സെന്റർ ഭാഗം ഫോൾഡ് വരുന്ന ഭാഗം ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് രണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യാണ്. ഇതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചു. നമ്മൾ 6 ഇഞ്ചാണ് ആം ഹോളിന്റെ ലെങ്ത് എടുത്തത്. അപ്പൊ അതിൽ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 7.5 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ച് നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവിൽ നമ്മൾ മെഷർമെന്റ് എടുത്ത ആ ഒരു 8.5 ഇഞ്ച്, അതിൽ 8 ഇഞ്ച് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ആ ഒരു 8 ഇഞ്ച് ഇതിൽ എവിടെയാണ് കിട്ടുന്നത് നോക്കാം. കറക്റ്റ് നമ്മൾ ഈ ഒരു അടയാളപ്പെടുത്തിയ പോയിന്റിൽ തന്നെയാണ് 8 ഇഞ്ച് വരുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവിന്റെ ലെങ്ത് 21 വേണ്ടത്. പിന്നെ ഇവിടെ ലൈനിങ് ആയതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ മെയിൻ, അതായത് ടോപ്പിന്റെ കൈ നമ്മൾ 1 ഇഞ്ച് കയറ്റിയിട്ടും അതേപോലെ ഷ്രഗിന്റെ കൈ നമ്മൾ 1 ഇഞ്ച് ഇറക്കിയിട്ടുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ
ഇതിൽ 20 ഇഞ്ചാണ് വരുന്നത്. ആ 20 ഇഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ലെങ്ത് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ സ്ലീവിന്റെ വണ്ണം വരുന്നത് ഏറ്റവും താഴെ 7.5 ഇഞ്ചാണ് വരുന്നത്. 7.5 ഇഞ്ച്. അപ്പൊ 3.25 വരിക. അതിൽ കൂടി 1 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് 4.25 നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ലൂസല്ല, തയ്യൽ തുമ്പാണ് കേട്ടോ, അത് മാറിപ്പോവേണ്ട, തയ്യൽ തുമ്പാണ്. അപ്പൊ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് നമ്മൾ 4.25 ഇവിടെ അടയാളപ്പെടുത്തി. ഇനി കുറച്ച് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ 8 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ അതിന്റെ നേർപകുതി 4 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 5 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 9 ഇഞ്ചാണ് വരുന്നത്, അതായത് 4.5 ഇഞ്ച്. അപ്പൊ നമുക്ക് അതിൽ കൂടി 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 5.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. ഈ ഒരു ഭാഗത്തും അതേ 5.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ, കാരണം ഇവിടെ നമുക്കൊരു 9 ഇഞ്ചൊക്കെയാണ് വണ്ണം വരുന്നത്. ഇവിടെ നമ്മൾ അതേ 9.5 ഇഞ്ചിന് 5.5 ഇഞ്ചിനെ മാർക്ക് ചെയ്യാണ്. പിന്നെ കുറച്ചും കൂടി മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് 10 ഇഞ്ചാണ് റൗണ്ട് മെഷർമെന്റ് വരുന്നത്. അതിന്റെ പകുതി 5 ഇഞ്ച് ആയിരിക്കും. അതിൽ കൂടി 1 ഇഞ്ച് തയ്യൽത്തുമ്പം കൂട്ടിയിട്ട് 6 ഇഞ്ച് വരും. ആ 6 ഇഞ്ച് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. ഇതാണ് നമ്മൾ സ്ലീവ് വരുന്നത്. ഇനി ഈ സ്ലീവ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിന്റെ സെന്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു നോച്ചും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ സ്ലീവും ടോപ്പിന് വേണ്ടിയിട്ടുള്ള സ്ലീവും ടോപ്പിന്റെ ബോഡി പാർട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്കേർട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പൊ സ്കേർട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും മെറ്റീരിയൽ നമുക്ക് സ്കേർട്ടിനുള്ള ലൈനിങ് ആയിട്ടാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത്. ഈ ബാക്കി വരുന്ന മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്, കട്ട് ചെയ്യാൻ പോകുന്നത് ഈ മെറ്റീരിയലുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം. അതായത് ഷോള്, സ്കേർട്ട്, ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് ഇനി ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഷോളിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റണം. ഷോളിന് വേണ്ടിയിട്ട് 2.25 മീറ്റർ നമുക്ക് അളവെടുത്തിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മള് 2.25 മീറ്റർ തുണി ഷോളിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ തുണിയുടെ ഇത്രയും വീതിയൊന്നും നമുക്ക് ഇതിൽ ആവശ്യം വരുന്നില്ല. ഇതവിടെ കുറച്ച് ഡാമേജ് വരുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗത്ത് കുറച്ച് ഡാമേജ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഷോളിന്റെ വീതി കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഭാഗം കൂടെ ഞാനൊന്ന്, ഇവിടെ ഡാമേജും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു സൈഡിലാണ് നമുക്ക് ഡാമേജ് വരുന്നത് കേട്ടോ, ഈ ഒരു പീസിൽ ഇവിടെ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം ഇതിന്റെ വീതി കുറക്കാം കേട്ടോ. ഒരു 38 ഇഞ്ച് 39 ഇഞ്ചൊക്കെ ഒരു ഷോളിന്റെ വീതി വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. 38 ഇഞ്ചിൽ ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്യാണ്. ഇപ്പൊ നമുക്കിവിടെ ഷോള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ടോപ്പിന് വേണ്ടിയിട്ടുള്ള പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതേപോലെ തുണി എടുത്തിട്ട് ഇങ്ങനെ നിവർത്തി വെക്കാം.
അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ടോപ്പിനും ഈ ഒരു ഭാഗത്ത് നിന്നൊരു ടോപ്പിനും കട്ട് ചെയ്യാനുള്ളതുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് കറക്റ്റ് മെഷർമെന്റിലല്ല കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതേപോലെ എക്സ്ട്രാ 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഇതൊന്നിങ്ങനെ വലിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വലിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെന്റിൽ വരും. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയും നീളമുണ്ട്. ഇതിലിപ്പോൾ 2 പീസിനുള്ളത് നമുക്ക് കിട്ടും. കണ്ടല്ലോ, 2 ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇപ്പം ഇതിലായി. 2 ടോപ്പല്ല, ടോപ്പിന്റെ 2 പീസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പീസ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഈ ഒരു പീസും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് നമുക്ക് മടക്കി വെക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഇനി നമുക്ക് സ്ലീവിനുള്ളത് കട്ട് ചെയ്യാം. സ്ലീവ് ആദ്യം നമുക്ക് ഇതേപോലെ സെന്റർ ഒന്ന് മടക്കി വെക്കാം. ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് ഇതിൽ കിട്ടുന്നില്ല എന്നുള്ളത് നോക്കാം. സ്ലീവിന്റെ ലെങ്ത് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നിവർത്തി വെക്കാം. ഇത്രയും ഭാഗം വിട്ടിട്ട് ഇവിടെ ഞാനൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതാ 2 സ്ലീവിനുള്ള പീസും ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു സെന്റർ ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇപ്പൊ ഇത് നമ്മള് 2 പീസ് സ്ലീവിനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇപ്പൊ ടോപ്പ് റെഡിയായി. ഷോളിന് വേണ്ടിയിട്ട് നമ്മളിത് ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും റെഡിയായി. ഇനി ഈ ബാക്കി വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ട് നല്ല ഫ്ലെയറിലുള്ള ഒരു സ്കേർട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷ്രെഡ് കട്ട് ചെയ്യുന്നത് കാണിക്കാം. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ടോപ്പല്ല, സ്കേർട്ട് കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇനി നമുക്ക് ഷ്രഗിന്റെ കട്ടിങ്ങിലേക്ക് പോവാം. ഇതിൽ 3 മീറ്റർ തുണിയാണുള്ളത്. സ്ലീവിനും അതേപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇതിന്റെ ഈ ഒരു അറ്റം എടുക്കുകയാണ് കേട്ടോ. അതായത് ഈ ഒരു തുണിയുടെ ഒരറ്റം ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഫോൾഡ് വരുന്ന ഭാഗം അങ്ങോട്ടേക്ക് ആക്കി മടക്കി വെക്കുക കേട്ടോ. ഫോൾഡ് വരുന്നത് ആ ഒരു വശത്താണ്. ഫോൾഡ് ഇല്ലാത്ത ഭാഗം, അതായത് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ടാണ് വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ മെറ്റീരിയലിൽ വർക്ക് വരുന്നില്ല. ഇത്രയും ഭാഗം വിട്ടിട്ടാണ് പിന്നെ വർക്ക് വരുന്ന ഭാഗം വരുന്നത്. അപ്പോൾ ഷ്രെഡിന് നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ചോളം കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും ചെയ്യാം. ഇവിടുന്ന് നമുക്ക് ബാക്കിയുള്ള ഷ്രെഡ് കട്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ വരുന്ന ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് സ്ലീവും കട്ട് ചെയ്യാം കേട്ടോ. പറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഇതുപോലെ മടക്കി വെച്ചു. ഇനി നമുക്ക് ആദ്യം ഷോൾഡറും കാര്യങ്ങളും കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച യോക്കിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പീസ് നമുക്ക് എടുക്കാം. ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഷ്രെഡിന്റെ യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം. നമ്മള് ഇവിടെ ഈ ഫോൾഡ് വരുന്നുണ്ടല്ലോ, ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഞാൻ ഈ വർക്ക് വരുന്ന ഭാഗം ഒന്ന് ഒപ്പാക്കി വെക്കുകയാണ് കേട്ടോ. ഏകദേശം ഒപ്പാക്കിയിട്ട് വെക്കുകയാണ്.
ഇതിലൊരു 3 ഇഞ്ച് വരുന്ന ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ച് വരുന്ന ഭാഗത്ത് ഞാൻ ഇതേപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാം. 3 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചു. ഇനി ഈ ഒരു പീസ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാണ്. പക്ഷെ ഇതിന്റെ ലെങ്ത് നമുക്ക് ആകെ ആവശ്യം വരുന്നത് യോക്കിന്റെ ഷ്രഗില് യോക്കിന്റെ ലെങ്ത് 13 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ആ 13 ഇഞ്ചും 1 ഇഞ്ചും കൂടി കൂട്ടി 14 ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 14 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഇതുവരെ നമുക്ക് കട്ട് ചെയ്താൽ മതി. അതായത് ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഇതുപോലെ മടക്കി വെച്ചാൽ മതി. ഇത് തന്നെയാണ് നമ്മൾ ഷ്രഗിന്റെ ഫ്രണ്ട് പീസ് മാത്രമാണ് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. ആ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാണ് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ വേറൊരു പീസ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ജോയിന്റ് ചെയ്തിട്ട് ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ, കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം. ആം ഹോള് കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്കി വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇതിന്റെ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അതായത് ബാക്ക് പീസിന്റെ ലെങ്ത് വരുന്നത് ഇതേ ലെങ്ത് തന്നെയാണ് 13 ഇഞ്ച്. പക്ഷെ ഇത് മുഴുവനായിട്ട് നിവർത്തി വെക്കണം. ഈ 13 ഇഞ്ചിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ മടക്കി വെക്കാം. എന്നിട്ട് ഈ ഫോൾഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കുക. ഫോൾഡ് വരുന്ന ഭാഗത്തേക്ക് തന്നെ വെക്കാം. കണ്ടല്ലോ, ഇവിടെ തന്നെ വെച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് യോക്കും ഫ്രണ്ട് യോക്കും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് യോക്ക് ഇത്ര ഭാഗം മാത്രമേ വരുള്ളൂ കേട്ടോ. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ഇത് രണ്ടും നമുക്കൊന്നിങ്ങനെ ഒരുമിച്ച് വെക്കാം. ഒരുമിച്ച് വെച്ചു, കണ്ടല്ലോ. ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഒന്നിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സൈഡ് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്രണ്ടത്തെ യോക്ക് ഭാഗവും ബാക്കത്തെ യോക്ക് ഭാഗവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷ്രഗിന്റെ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത അതേ മെഷർമെന്റ് തന്നെയാണ്. ലെങ്ത് കുറച്ച് കൂട്ടാനുണ്ട് എന്ന് മാത്രം. അപ്പൊ ഇത് ഷ്രഗിന്റെ യോക്ക് ഇവിടെ മാറ്റി വെക്കാം. ഈ പീസ് നമ്മൾ എടുത്ത ഈ ഒരു പീസിന്റെ ഉള്ളിലേക്ക് തന്നെ വെക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ് ഒപ്പം ഇതൊക്കെ ചെയ്തു പോകുന്നത്. പല മോഡൽ ഷ്രഗ് ഉണ്ട്. ഈ ഷ്രഗ് ഒരു യോക്കിന്റെ അവിടെ കട്ടിങ് വന്നിട്ട് താഴേക്ക് ഫ്രില്ലിട്ട് കൊടുക്കുന്ന മോഡൽ ആയതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന് സ്ലീവ് ആണ് കട്ട് ചെയ്യാനുള്ളത്. സ്ലീവിന് വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു ഭാഗം ഇങ്ങനെ വെക്കാം. സ്ലീവിന് നമ്മൾ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഉള്ളിൽ പിന്നെ ഫുൾ സ്ലീവ് ഉള്ള ടോപ്പാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഇതുപോലെ ഞാൻ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ 2 പീസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച സ്ലീവിന്റെ ലൈനിങ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പീസ് എടുക്കാം. ഈ ഒരു പീസ് ഇതിലിങ്ങനെ നിവർത്തി വെക്കാം. ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വേണ്ട, അങ്ങനെ തന്നെ വെക്കാം. താഴെ നമ്മൾ എന്തായാലും ലേസ് കൊടുത്തിട്ടാണല്ലോ ചെയ്യാം. നമുക്കിതിന്
സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഞാൻ കറക്റ്റ് ഈ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നീളം കുറച്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്യുന്നു മാത്രം. ഇത് 20 ഇഞ്ചാണ്, 21 ഇഞ്ചാണ് നമുക്ക് സ്ലീവിന്റെ ലെങ്ത് വേണ്ടത്. അപ്പൊ അത് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ നീളത്തിൽ ഇതുവരെ കട്ട് ചെയ്യണം. ഇനി ഇവിടെ ഞാനൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ പീസ് നമുക്ക് ആവശ്യമില്ല. ഇനി ബാക്കി വരുന്ന മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് താഴേക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനുള്ളതാണ് ശ്രഗിൽ. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മളിപ്പോൾ അത് കട്ട് ചെയ്തത്. ഇനി സ്ലീവിന്റെ ലെങ്ത് വരുന്നത് 21 ഇഞ്ചാണ്. 21 ഇഞ്ച് അതിൽ കൂടി നമ്മൾ 1.5 ഇഞ്ച് കൂടി കൂട്ടി 22.5 ഇഞ്ച് ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു തേര് വശം, അതായത് ഈ ഭാഗത്ത് ഈ തേര് വശം മാത്രം കുറച്ച് കട്ട് ചെയ്യാനുള്ളൂ. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ 2 മടക്കി സ്റ്റിച്ച് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ ലേസും കൂടെ വെച്ച് കൊടുക്കും കേട്ടോ. ഇനി സ്ലീവ് കട്ട് ചെയ്ത ഈ പീസിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ സ്ലീവും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോ ശ്രഗിന്റെ മുകളിലേക്കുള്ള ഭാഗവും താഴേക്കുള്ള ഭാഗവും സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ താഴേക്കുള്ള ഭാഗമാണ് നമുക്ക് ഇനി കട്ട് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മള് ശ്രഗിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ശ്രഗിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 44 ഇഞ്ചാണ്. ഈ 44 ഇഞ്ചിൽ നിന്ന് നമുക്ക് 13 ഇഞ്ച് കുറക്കണം. 44 നിന്ന് 13 കുറച്ച് 10 കുറച്ചാൽ 34, 1, 2, 3 അപ്പൊ 31 ഇഞ്ചാണ് വരിക കേട്ടോ. 31 ഇഞ്ച് നീളത്തിലുള്ള പീസാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു മെറ്റീരിയൽ വർക്ക് വരുന്ന മെറ്റീരിയൽ ഭാഗം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ബാക്കി വരുന്ന മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ താഴേക്ക് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓവറായി വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രില്ല് ഓവർ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിന് കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒഴിവാക്കാം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇവിടെ വർക്ക് വരാത്ത ഭാഗമാണ്, അത് ഞാൻ ഇതിന് ഒഴിവാക്കുകയാണ് കേട്ടോ. കണ്ടല്ലോ, വർക്കില്ലാത്ത ഭാഗം ഒഴിവാക്കി. ഇനി ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് ഈ ഒരു ശ്രഗിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ഇതിൽ 13 ഇഞ്ച് യോക്ക് പോകും. അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ഫുൾ ലെങ്ത്, ടോട്ടൽ ലെങ്ത് വരുന്നത് 44 ആ 44 കൂടി നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ ജോയിന്റ് ചെയ്യാനും താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ ഒരു 1/2 ഇഞ്ചും മതി കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നൊന്നുമില്ല. ഒരു മടക്കി അതിന് മുകളിൽ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഭാഗത്താണ് അപ്പൊ 45 വരുന്നത്. ടോട്ടൽ ഇപ്പൊ ഇവിടെ എത്ര അറിയോ, 32 ഇഞ്ചാണ് കേട്ടോ. ആ ഒരു 32 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെയാണ് വരുന്നത്. നീ ശ്രഗിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടല്ലോ, അത് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇതും ഇതിൽ ജോയിന്റ് ചെയ്തിട്ട് കൊടുക്കാൻ ചെയ്യാം. ഈ പീസ് ഇതിലിങ്ങനെ ഫ്രില്ലിട്ടിട്ട് ഇവിടെ ജോയിന്റ് ചെയ്ത് കൊടുക്കാൻ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് അവിടുന്ന് അങ്ങോട്ടേക്കാണ് ഫ്രില്ലിട്ട് കൊടുക്കുക. ഈ 1/2 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ടോട്ടൽ ഇങ്ങനെ
ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ നല്ല വശത്തേക്കൊന്ന് മടക്കിയിട്ട് അതിന് മുകളിൽ ലേസ് വെച്ച് കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേറൊരു പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് അപ്പുറത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ലേസ് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കുറച്ച് തയ്യൽ തുമ്പ് ഇവിടെ ഇങ്ങനെ കാണും കേട്ടോ. അതായത് നമ്മളിവിടെ ജോയിന്റ് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ഇവിടെ ജോയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ മറിക്കും, ആ ഒരു ഭാഗം ഇങ്ങനെ പുറത്തേക്ക് കാണും. ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കുന്ന സമയത്ത് ആ ഒരു ജോയിന്റ് പുറത്തേക്ക് കാണും. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പീസ് വെച്ചിട്ട് ജോയിന്റ് ചെയ്യാം. അപ്പൊ ടോട്ടൽ ലെങ്ത് 44 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 45 ഇഞ്ച് ലെങ്ത് വരുന്ന 2 പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതായിരിക്കും നല്ലത്. ഒരു പീസ് വെച്ചിട്ട് ഇവിടെ ജോയിന്റ് ചെയ്യാം, അപ്പോഴായിരിക്കും വൃത്തിയിൽ നിൽക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ 1 ഇഞ്ച് വീതിയിൽ 45 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. അതേപോലെ രണ്ടാമത്തെ പീസും കട്ട് ചെയ്തെടുത്തു. ഇത് രണ്ടും നമുക്ക് ഫ്രണ്ടിൽ വെച്ചിട്ട് അപ്പുറത്തേക്ക് മറിച്ച് തയ്ക്കാനുള്ളതാണ് കേട്ടോ ശ്രഗില്. അപ്പൊ ഇതും കൂടെ ഇതിലേക്ക് വെക്കാം. ഇനി നമ്മൾ ഈ ശ്രഗിന്റെ യോക്കും ഭാഗങ്ങളും എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് ആണ് ഇത് ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഫ്രില്ല് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയും ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ശ്രഗിന് വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സ്കേർട്ടാണ്. അപ്പൊ സ്കേർട്ട് അംബ്രല്ല സ്കേർട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. രണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. 2 ആക്കി മടക്കി കണ്ടല്ലോ. ആദ്യം നമ്മളിങ്ങനെ ഈ ഒരു മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി. ഇനി ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മടക്കും കൂടി കൊടുക്കണം. ഇങ്ങനെ ഒരു മടക്കും കൂടി മടക്കണം. അപ്പൊ ആ മടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കേർട്ടിന്റെ ഇനി നമ്മളിതിൽ അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യുമ്പോൾ സ്കേർട്ടിന്റെ ഹിപ്പ് റൗണ്ട് മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് കട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഹിപ്പ് റൗണ്ട് മെഷർമെന്റ് ഇതിൽ വരുന്നത് 31 ആണ്. അതിൽ കൂടെ 4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് 35 കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം നമ്മളിവിടെ ഫുൾ അംബ്രല്ലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 6.28 കൊണ്ട് നമ്മൾ 35നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.5 അതായത് 5.5 ഇഞ്ചാണ് കിട്ടുക. അപ്പൊ നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് 5.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു 5.5 ഇഞ്ചും 5.5 ഇഞ്ച് അത് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ച്, ഈ 5.5 ഇഞ്ചും പിന്നെ നമുക്ക് വേണ്ടത് എത്രയെന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു സ്കേർട്ടിന്റെ ലെങ്ത് എത്രയാണോ വരുന്നത് അതും കൂടെ മാർക്ക് ചെയ്യാം. സ്കേർട്ടിന്റെ ലെങ്ത് നമുക്ക് വേണ്ടത് 41 ഇഞ്ചാണ്. ആ 41 നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. 41. ഇനി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ 41 ഇഞ്ച് മതി. ഇത് ലൈനിങ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ കൂട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് കുറച്ച് ലെങ്ത് കുറച്ചിട്ടാണ് ലൈനിങ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഞാനിവിടെ 41 ഇഞ്ച് വരുന്ന ഭാഗത്തൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഫോൾഡ് ചെയ്യാം. അതായത് ഇതിലിപ്പോ 2 ഫോൾഡ് ഉണ്ട്. ഇതേപോലെ 2 പീസ് ഉണ്ട്. ഈ ഒരു തുണിനെ നമ്മൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ മടക്കി വെച്ചു. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒരു 41 ഇഞ്ചും 5.5 ഇഞ്ചും അങ്ങനെ 46.5 ഇഞ്ചിന് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ തുണിനെ ഒന്നും കൂടെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഈ പോയിന്റിൽ നിന്ന് കേട്ടോ. കണ്ടല്ലോ ഇതുവരെ. അപ്പൊ ഇത്രയും ഭാഗം, ഇത്രയും പീസ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഇത്രയും പീസ് ഇതിൽ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്യാണ്. ഈ പീസ് നമുക്ക് ആവശ്യമില്ല കേട്ടോ, അത് നമുക്ക് ഒഴിവാക്കാം. ഇനി ഞാൻ കാണിക്കാം. ഇനി മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നും കൂടെ കാണിക്കാം കേട്ടോ. ഇതാ 1 2 3 4 ഇങ്ങനെ 4 പീസുകളാണ് ഇപ്പൊ ഇതിൽ വരുന്നത്. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോ ഇവിടെ കണ്ടല്ലോ, ഇതാ ഇതുപോലെ 1 2 3 4 ഇതിൽ ഇവിടെ ഇങ്ങനെ ഫോൾഡ് വരും. മനസ്സിലായില്ലേ? ഈ ഫോൾഡ് വരുന്ന ഭാഗം മൊത്തത്തിൽ ഇതിൽ 4 പീസ് ഉണ്ടാവും. ഇങ്ങനെ 1 2 3 4. അംബ്രല്ല കട്ടിങ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നത് കേട്ടോ. അറിയുന്നവരുണ്ടാവാം. ഇതുപോലെ വെച്ചു. ഇനി ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് മടക്കി വെക്കാം. ഇങ്ങനെ കോണാക്കിയിട്ട് മടക്കി വെക്കാം. ഇതിന്റെ ഉള്ളിലൊന്നും ചുളിവുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇതുപോലെ നമ്മൾ കോണാക്കി മടക്കി വെച്ചു. കണ്ടല്ലോ. ഇനി ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ആ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അതായത്
നമ്മുടെ വേസ്റ്റ് റൗണ്ടിന് ആണ് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്നത്. പക്ഷെ വേസ്റ്റ് റൗണ്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് മെഷർമെന്റ് വെച്ചിട്ടല്ല കട്ട് ചെയ്യേണ്ടത്. അംബ്രല കട്ട് ആയതുകൊണ്ട് തന്നെ ഹിപ്പ് റൗണ്ട് മെഷർമെന്റ് എടുക്കണം. ഹിപ്പ് റൗണ്ട് മെഷർമെന്റ് വരുന്നത് 31 ഇഞ്ചാണ്. ആ 31 കൂടി നമ്മൾ 4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുമ്പോൾ നമുക്ക് 4 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കൊരു 35 കിട്ടും. ആ 35നെ നമ്മൾ 6.28 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു 5.5 കിട്ടുന്നത് കേട്ടോ. ഇനി ഈ ഒരു കോർണറിൽ നിന്ന് താഴേക്ക് 5.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയൊക്കെ നമുക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. ഇനി ഇവിടെ നിന്ന് താഴേക്ക് നമ്മുടെ സ്കേർട്ടിന്റെ ലെങ്ത് എത്രയാണോ അതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് സ്കേർട്ടിന്റെ ടോട്ടൽ ലെങ്ത് വേണ്ടത് 41 ഇഞ്ചാണ്. ഇത് ലൈനിങ് ആയതുകൊണ്ട് തന്നെ 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 39 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെയാണ് 39 ഇഞ്ച് വരുന്നത്. ഈ ഒരു മടക്കി വെച്ച ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് 39 ഇഞ്ചിലേക്ക് എത്തുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഓരോ ഭാഗത്തും 39 ഇഞ്ച് എവിടേക്കാണോ വരുന്നത് അവിടെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മള് 39 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഈ ഒരു വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്യാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ താഴെ കട്ട് ചെയ്യാം. താഴെ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഇതുപോലെ 2 പീസ് ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതിവിടെ ഫോൾഡ് വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്ന ഒരു പീസ്, ഇത്രയും ഈ കാണുന്ന ഇത്രയും പോകുന്ന ഒരു പീസ് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുക ആദ്യം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ നിവർത്തി വെക്കാം. ഇതുപോലെ നിവർത്തി വെക്കാം. ഇനി ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നമുക്ക് ഇവിടെ ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫോൾഡ് വരുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ ഇവിടെ ജോയിന്റിന്റെ ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴേക്കും ഞാനൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പീസിന്റെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 1/2 ഇഞ്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇപ്പൊ ഒരു പീസ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസല്ല, ഇവിടേക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമായ പീസുകൾ കേട്ടോ. അപ്പൊ നമ്മൾ ലൈനിങ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലൈനിങ്ങിന്റെ വേസ്റ്റ് റൗണ്ട് ഞാൻ കാണിക്കാം. 35 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കാം കേട്ടോ. ഇവിടെ ഇതിങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാല് കണ്ടല്ലോ, ഇതിൽ 2 പീസ് വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ എത്ര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് നോക്കാം. നമ്മുടെ വേസ്റ്റ് റൗണ്ട് 35 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു 35ന്റെ പകുതി ഇതിൽ ഒന്നിൽ വന്നിട്ടുണ്ടാവും. കണ്ടല്ലോ, 1/2 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ടോട്ടൽ 35 ഇഞ്ച് കറക്റ്റ് ആണ് വരുന്നത്. 17 ഇഞ്ച് ഇതിൽ ഒരു പീസിൽ വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് 35 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് കിട്ടി. ഇനി ഇതേ രീതിക്ക് ഇപ്പൊ ഇതിന്റെ സെന്ററിലായിരിക്കും ഈ ഒരു പീസ് ജോയിൻ ചെയ്യേണ്ടി വരിക. കണ്ടല്ലോ, ഇവിടെയാണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള കട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ജോയിൻ ചെയ്യാനാണ് നമ്മൾ ഈ പീസുകൾ ഇവിടെ എടുത്തത്. കണ്ടല്ലോ, ഇത് ഇങ്ങോട്ടേക്കും ഇത് ഇങ്ങോട്ടേക്കും. ഇത് സെന്റർ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു പീസ് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം, ലൈനിങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് മെയിൻ മെറ്റീരിയൽ ഇതേ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ആവശ്യമുള്ളവർക്ക് കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഇനി ഇത് കാണണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോവാം. ഇപ്പൊ നമ്മളിതാ 2 ആക്കി മടക്കിയതാ. ആദ്യം ഇങ്ങനെ 2 ആക്കി മടക്കി, പിന്നെ നമ്മളിതാ ഇങ്ങനെ 4 ആക്കി മടക്കുക.
ഇതുപോലെ നമ്മളിവിടെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, 1 2, പിന്നെ ഇവിടെ ഒരു ഫോൾഡ് വരുന്ന ഭാഗമാണ് വരുന്നത് കേട്ടോ. ഇതുപോലെ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അറ്റത്തൊക്കെ ഇതിന്റെ എല്ലാ ഭാഗവും ഒരുമിച്ചിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. അപ്പൊ ഏകദേശം ഞാൻ ഒന്ന് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കി വെക്കാം. ഇപ്പൊ നമ്മളിവിടെ ഏകദേശം ഇതിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊന്നും അത്ര കറക്റ്റ് ആയിട്ടല്ല നിൽക്കുന്നത്. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കുറച്ചധികം ലെങ്ത്തിൽ എടുത്താൽ മതി. പിന്നെ ആ ഒരു സൈഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നല്ലപോലെ തൂങ്ങി നിൽക്കുന്ന പ്രശ്നം വരും കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് 5.5 ഇഞ്ച് ഫേസ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടടുത്ത് ഞാൻ വെറും 4.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 4.5 ഇഞ്ചിലേ മാർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ വലിഞ്ഞ് നീണ്ടു പോകും. 4.5 ഇഞ്ചിൽ ഇതുപോലെ ഞാനൊരു വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതായത് വലിഞ്ഞ് നിൽക്കും കേട്ടോ. അത് അതുകൊണ്ടാണ് ഞാനിവിടെ 4.5 ഇഞ്ച് 1 ഇഞ്ച് കുറച്ചിട്ട് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അത് കൂടുതലായി പോകും കട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് സ്കേർട്ടിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമുക്ക് അടയാളപ്പെടുത്താം. സ്കേർട്ടിന്റെ ടോട്ടൽ ലെങ്ത് വേണ്ടത് 41 ഇഞ്ചാണ്. ആ 41 ഇഞ്ച് നമുക്ക് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇതാണ് ഫുൾ അംബ്രല്ല കട്ടിൽ വരുന്ന പീസ് വരുന്നത് കേട്ടോ. ഇതിന്റെ വേസ്റ്റ് റൗണ്ട് നമുക്ക് നോക്കാം എത്ര ഇഞ്ച്. ഒരു 17 ഇഞ്ച് വരുന്നുണ്ടോ ഒരു ഭാഗത്തേക്ക് നോക്കാം. കണ്ടോ, ഇപ്പൊ ഇവിടെ 19 ഇഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്തത് എന്നുള്ളത്. അത് ഇതുപോലത്തെ മെറ്റീരിയൽ ആവുകൊണ്ടാണ്. അത് നല്ലപോലെ വലിഞ്ഞ് നിൽക്കുന്ന മെറ്റീരിയൽ ആവുകൊണ്ട് ഇത് അവിടെ 19 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. 17 ഇഞ്ച് വേണ്ടടുത്ത് നമുക്ക് 19 ഇഞ്ചാണ്. 1.5 ഇഞ്ച് എക്സ്ട്രാ കൂടിയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ അംബ്രല്ല കട്ട് സ്കേർട്ടിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു ക്രോസ് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടല്ലോ, ഇവിടെയൊക്കെ നീളം കൂടുതലായിരിക്കും. അത് നമുക്ക് ലാസ്റ്റ് സ്കേർട്ടിന്റെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ താഴെ ലെവൽ ചെയ്ത് കട്ട് ചെയ്യാണ് ചെയ്യാറുള്ളത് കേട്ടോ. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ലെങ്ത് കൂടിയിട്ട് വരുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മുടെ സ്കേർട്ടിന്റെ ഈ ഒരു ഭാഗം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് നമ്മളത് 31 4 ഇഞ്ച് കൂട്ടിയിട്ട് 35 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ 35 ഇഞ്ച് ലെങ്ത്തിലുള്ള വേസ്റ്റ് ബാൻഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതായത് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പീസ് നമുക്ക് ഇതിൽ എടുക്കണം. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കാനുള്ളതാണ്. വേസ്റ്റ് റൗണ്ട് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസാണ് കേട്ടോ. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇപ്പം നമ്മളിവിടെ ഷ്രഗിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോളാണ്. ടോപ്പിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ഇതിലുണ്ട്. പിന്നെ ഇത് സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള മെയിൻ മെറ്റീരിയലും ഇത് സ്കേർട്ടിന്റെ ലൈനിങ്ങും. ഇതിന്റെ കട്ട് പീസുകളൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. വേസ്റ്റ് റൗണ്ടിൽ ഇലാസ്റ്റിക് വെക്കാനുള്ളതും അതേപോലെ തന്നെ ഈ ലൈനിങ്ങിലൊക്കെ ജോയിന്റ് ചെയ്യാനുള്ള പീസൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എത്ര മീറ്റർ ലേസ് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിൽ ഇനി ഷ്രഗിന് വേണ്ടിയിട്ടുള്ള ലേസ് ഫ്രണ്ടിൽ 2 പീസ് കുറച്ച് വീതിയിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 45 ഇഞ്ചാണ് വരുന്നത്. അതായത് ഏകദേശം 45 അല്ല 44 ഇഞ്ച്. അപ്പോൾ നമുക്ക് 1 മീറ്ററും ഒരു 10 സെന്റിമീറ്ററും അങ്ങനെ കണക്കാക്കാം. അതായത് 2 മീറ്ററും 20 സെന്റിമീറ്ററും അതായത് 2.25 മീറ്ററോളം നമുക്ക് ഫ്രണ്ടിൽ മാത്രം വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. മനസ്സിലായല്ലോ? ഫ്രണ്ടിൽ 2 ലൈനായിട്ട് വെക്കാൻ നമുക്ക് 2.25 മീറ്റർ
ലേസ് വേണം. പിന്നെ താഴെ നമുക്കൊരു 2.5 മീറ്റർ വേണം കേട്ടോ. താഴെ ഞാൻ ഈ ഒരു പീസ് മെഷർമെന്റ് എടുത്ത് നോക്കിയപ്പോൾ 2.5 മീറ്ററോളം വരുന്നുണ്ട്. 2 മീറ്റർ തികച്ചില്ല, പക്ഷെ 2 മീറ്ററോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെന്റിൽ ലേസ് വാങ്ങിക്കാൻ പറ്റില്ല, കുറച്ചധികം എടുക്കണം കേട്ടോ. എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഷോളിൽ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് വർക്ക് വരുന്നതും ബാക്കി 3 സൈഡിൽ നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ലേസും വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ മാത്രം വെക്കാൻ 2.25 മീറ്ററും ബാക്കി 3 സൈഡിൽ വെച്ച് കൊടുക്കാൻ നമുക്ക് ടോട്ടൽ 4.25 മീറ്റർ ആണ് വേണ്ടി വരിക കേട്ടോ. അത്രയാണ് നമുക്കിതിൽ ഷോളിന് ആവശ്യമായിട്ട് വരിക. പിന്നെ നമുക്ക് സ്ലീവിൻ്റെ താഴെ വെച്ച് കൊടുക്കാൻ വേണം. അത് നമുക്ക് ടോപ്പിലൊന്നും വെച്ച് കൊടുക്കുന്നില്ല, നമ്മൾ സ്കേർട്ടിൻ്റെ സ്ലീവിൽ മാത്രമാണ് ഷ്രഗിൻ്റെ സ്ലീവിൽ മാത്രമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 മീറ്റർ എക്സ്ട്രാ കൂട്ടി എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.